Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. ക്ഷീരകർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് PDDP സെൻട്രൽ സൊസൈറ്റി നടപ്പാക്കുന്ന 3 കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് PDDP സെൻട്രൽ സൊസൈറ്റി നടപ്പിലാക്കുന്ന 3 കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. അങ്കമാലി CSA ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. കേരളം പോലെയുള്ള സംസ്ഥാനം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പാലിൽ വില കൊടുക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയുവാൻ പറ്റും. അതുകൊണ്ടാണ് കേരളത്തിൽ പാലിന് വില വർദ്ധിപ്പിക്കുമ്പോൾ അന്യ സംസ്ഥാനത്തെ പാല് കേരളത്തിൽ കൂടുതൽ കയറുന്നു വരുന്നത് എന്നുള്ളതാണ്. ഞങ്ങളുടെ പല സംഘങ്ങളിലും അത്തരത്തിലുള്ള പാൽ വരുന്നു എന്നുള്ളത് കിട്ടിയപ്പോൾ തന്നെ പാലക്കാട് പ്രദേശം, വയനാട് പ്രദേശം, അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പാലുകൾ കേരളത്തിൽ എടുക്കുവാൻ പറ്റും. ക്ഷീരകർഷകർ ഉത്പാദിപ്പിക്കപ്പെടുന്ന പാല് തന്നെ നമ്മുടെ കേരളത്തിൽ വേണം എന്ന കർശനമായ നിർദ്ദേശം നാം കൊടുക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ ദേശീയ ക്ഷീര വികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒരു സർവേ നടത്തിയപ്പോൾ ഏറ്റവും നല്ല പാൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് കേരളത്തിലെ മലബാർ മേഖലയിലെ മിൽമയാണ് എന്നുള്ളൊരു അവാർഡും നമുക്കിപ്പോൾ കേന്ദ്ര സർക്കാരിന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം. ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്കറിയാം ക്ഷീര കർഷകർക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഉൽപാദന ചെലവ് അവർക്ക് കൂടുതലാണ്. എന്തുകൊണ്ട് ഉൽപാദന ചെലവ് കൂടുതൽ എന്നുള്ളത് നാം ചിന്തിച്ചു. കാരണം കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമുക്കറിയാം എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി എന്ന തരത്തിലേക്ക് ഗവൺമെന്റ് പോകുമ്പോഴും നമ്മുടെ ഭൂമി എല്ലാം നികന്ന് വീടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഫാദർ ആന്റണി പെരുമായൻ അധ്യക്ഷത വഹിച്ചു. ഈ പ്രസ്ഥാനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു യഹൂദ ഫിലോസഫറുണ്ട്, ലെവിനാസ് എന്ന് പറഞ്ഞു. യഹൂദനാണ്, കത്തോലിക്കനല്ല, ക്രൈസ്തവനാണ്. അദ്ദേഹത്തിന് 92 വയസ്സുള്ളപ്പോൾ ബോണസ് വിതരണം ബെന്നി ബെഹനൻ MP-യും തീറ്റപ്പുൽ കൃഷി പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടനും ധനസഹായ പദ്ധതി അങ്കമാലി നഗരസഭാ അധ്യക്ഷൻ മാത്യു തോമസും ഉദ്ഘാടനം ചെയ്തു. 200-ലധികം വരുന്ന ക്ഷീരസംഘങ്ങളിലെ കർഷക പ്രതിനിധികളും ജീവനക്കാരും സമ്മേളനത്തിൽ പങ്കെടുത്തു. സർക്കാർ ത്രിതല പഞ്ചായത്ത് തലത്തിൽ ക്ഷീരകർഷകർക്കായി പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ PDDP-യിലെ ക്ഷീരകർഷകർക്കും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചു. കന്നുകുട്ടി പരിപാലനം, ബോണസ് വിതരണം, ഓണക്കിറ്റ് വിതരണം, തീറ്റപ്പുൽ കൃഷി, പ്രത്യേക ധനസഹായം എന്നിവയാണ് ഈ വർഷം നടപ്പിലാക്കുന്ന പദ്ധതികൾ. ക്ഷീരമേഖലയിൽ കർഷകരെ നിലനിർത്തുന്നതിനും പശുവളർത്തലിൽ പ്രോത്സാഹനം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള കന്നുകുട്ടി പരിപാലന പദ്ധതിക്കായി 1 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. മൂന്നാം മേഖല അല്ലപ്രസംഗത്തിൽ, 4ാം മേഖലയിൽ നമുക്ക് കോക്കലീഷ് സംഘത്തിലെ PA ഷാണ് 1,25,257 രൂപയാണ് ലഭിക്കുക. 5ാം മേഖല മാണിക്യമംഗലം സംഘത്തിൽ നിന്നും KR ഡേവിസ് 89,957 രൂപയാണ്.